ഹായ് എവ്രി വൺ, വെൽക്കം ടു മെഡി പ്രിസിഷൻ. ഞാൻ ഡോക്ടർ സഞ്ജന വേബി. നമുക്കിന്ന് ഉലുവ അഥവാ ഫെനുഗ്രീക്കിന്റെ ഗുണങ്ങൾ പറയാം. ഉലുവ ഇലയുമുണ്ട്, അതുപോലെ സീഡ്സും ഉണ്ട്. ആദ്യം സീഡ്സിന്റെ കാര്യങ്ങൾ പറയാം. ഉലുവ നമ്മൾ പലപ്പോഴും കറികളിലും അതുപോലെ തന്നെ ഉലുവ പോറിഡ്ജിൽ കഞ്ഞിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. കർക്കിടക കഞ്ഞിയിലും നമ്മൾ ഉലുവ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെയിലി നമുക്ക് ഉലുവ യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു നിശ്ചിത അളവിൽ നമുക്ക് യൂസ് ചെയ്യാം, തീർച്ചയായും. ഉലുവ ഒരു ചെറിയൊരു പിടിയേ ആവശ്യമുള്ളൂ നമുക്ക് ഈ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ടീസ്പൂണേ നമ്മൾ കറികളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളൂ. അത് പൊടിയായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉലുവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന്. ഉലുവയ്ക്ക് ഷുഗർ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. പിന്നെ അതുകൂടാതെ അതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി, ആൻറ്റി ഒബേസിറ്റി പ്രോപ്പർട്ടി, തടി കുറയ്ക്കുവാൻ, അമിതമായ വണ്ണം കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുവാൻ ഉലുവയ്ക്ക് ഒരുപാട് കഴിവുണ്ട്. ഇതുകൂടാതെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങളെല്ലാം വരാതിരിക്കുവാൻ ഉലുവ കഴിക്കുകയാണെങ്കിൽ പറ്റും. സ്ട്രോക്ക് വരാതെ നോക്കുവാനും അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കുവാനും ഒക്കെ സഹായിക്കും. കാരണം അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സായ കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ നെർവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട്. ക്യാൻസർ തടയുവാൻ ഒരു പരിധി വരെ സാധിക്കും. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ഉലുവ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ ഇതെല്ലാം കൂടാതെ നമുക്കറിയാം, ഉലുവ എക്സ്റ്റേണലി നമ്മൾ തലയിൽ അരച്ചു പുരട്ടാറുണ്ട്. അത് ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും, മുടിയുടെ ഗ്രോത്തിനും സഹായിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് കൂടാതെ ഉലുവയ്ക്ക് വേറെയും ചില ഗുണങ്ങളുണ്ട്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന അയൺ നമുക്ക് അനീമിയ കുറയ്ക്കുവാൻ സഹായിക്കും. അതിൽ പ്രോട്ടീനും ഫൈബറും ഉണ്ട്. പിന്നെ ഇതെല്ലാം കൂടാതെ ഉലുവയ്ക്ക് ചില ഹോർമോണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ചില ഹോർമോൺസിന്റെ പ്രവർത്തനം സുഗമമാക്കുവാൻ ഉലുവയ്ക്ക് സാധിക്കും. പ്രത്യേകിച്ചും സ്ത്രീകളിലെ പീരിയഡ് സംബന്ധമായ വേദനകൾ കുറയ്ക്കുവാൻ ഉലുവ സഹായിക്കും. ഇതെല്ലാം റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ സ്ത്രീകളിൽ, പ്രത്യേകിച്ച് അമ്മമാരിൽ മുലപ്പാൽ കുറവാണെങ്കിൽ ഉലുവയ്ക്ക് അത് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. സ്ത്രീകളിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ആയിട്ട് ഉലുവ സഹായിക്കുന്നുണ്ട്. അതുപോലെ പുരുഷന്മാരിലും ടെസ്റ്റോസ്റ്റിറോൺ എന്ന മെയിൽ ഹോർമോൺ, പുരുഷ ഹോർമോൺ വർദ്ധിപ്പിക്കുവാൻ ഉലുവയ്ക്ക് സാധിക്കും. അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് അതിന്റെ ഒരു കഴിവ്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരും പുരുഷ ഹോർമോൺ, ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുക റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ആ ഒരു സൈഡിലായിരിക്കും. അതായത് സെക്ഷൽ ഹെൽത്തിന്റെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെയും ഒരു സൈഡിൽ മാത്രമായിട്ടും ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് സ്ത്രീകളിൽ എങ്ങനെയാണോ സ്ത്രീ ഹോർമോൺ മറ്റു പ്രവർത്തനങ്ങളെ കൂടെ ബാധിക്കുന്നത്, അതുപോലെ തന്നെയാണ് പുരുഷന്മാരിലും. സ്ത്രീകളിൽ നമ്മളിപ്പം സ്ത്രീ ഹോർമോൺസ്, ഇപ്പം മെനോപോസ് അല്ലെങ്കിൽ പെരിമെനോപോസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ സ്ത്രീകളിലെ ഹോർമോൺസിൽ വ്യത്യാസം ഉണ്ടാവും. അത് എന്തിനെല്ലാം ബാധിക്കും? വെറും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്. സ്ത്രീകളുടെ പീരീഡ്സിനെ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ മൂഡിനെ ബാധിക്കും. അവർക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ വൾണറബിലിറ്റി, ഇമോഷണലി വളരെ അപ്സെറ്റ് ആവാം, മൂഡ് സ്വിങ്സ് വരാം. അതുപോലെ തന്നെ ബോൺ ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ ഹാർട്ട് അറ്റാക്ക് സാധ്യത കൂടും. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട് ഈ ഹോർമോൺസ് നൽകുന്ന. ഹാർട്ടിൽ ക്ലോട്ട് വരാതിരിക്കുവാനും അതുപോലെ ബോൺസിൽ ഓസ്റ്റിയോപോറോസിസ് വരാതിരിക്കുവാനും ഒക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെനോപോസ് ആയ സ്ത്രീകൾ കാൽഷ്യം സപ്ലിമെന്റേഷൻ എടുക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടണം, കാൽഷ്യം കിട്ടണം എന്നൊക്കെ. അതുപോലെ തന്നെയാണ് പുരുഷന്മാരിലെ ഈ ടെസ്റ്റോസ്റ്റിറോൺ അഥവാ പുരുഷ ഹോർമോൺ, അവ കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. മൂഡ് സ്വിങ്സ് വരാം, പെട്ടെന്ന് ദേഷ്യം വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കൂടാതെ മസിൽ സ്ട്രെങ്ത് കുറയും. മസിൽ സ്ട്രെങ്ത് ജനറലി നമുക്ക് ഏജ് ആകുമ്പോൾ കുറയും. ഒരു 40s തൊട്ട് നമുക്ക് നല്ല വ്യത്യാസം വരും മസിൽ സ്ട്രെങ്ത്തിൽ. അപ്പോൾ 50sലും 60sലും അത് കുറച്ചും കൂടെ കുറയും. 70sൽ അത് അതിൻ്റെ പാരമ്യത്തിലെത്തും. നന്നായിട്ട് മസിൽ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഉലുവയ്ക്ക് മസിൽ സ്ട്രെങ്ത് കൂട്ടിയെടുക്കാനുള്ള കഴിവുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ വഴിയാണ്. ടെസ്റ്റോസ്റ്റിറോൺ അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ സെക്രീഷൻ കൂട്ടിയെടുക്കുവാൻ ഉലുവയ്ക്ക് സാധിക്കും. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൂടെ ഉലുവയ്ക്കുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഉലുവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉലുവ ഇലയെക്കുറിച്ച് പറയാം. ഉലുവ ഇലയിൽ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം, ധാതുക്കളെല്ലാം ഉണ്ട്. അത് കൂടാതെ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്. വൈറ്റമിൻ എ ജനറലി നമ്മുടെ വിഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും, ഐസൈറ്റ്, നമ്മളുടെ കാഴ്ചശക്തി, അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിൻ്റെ ഹെൽത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ്. ഇൻറ്റസ്റ്റൈനിലെ എപ്പിത്തീലിയൽ സെൽസിൻ്റെ എല്ലാം പ്രോപ്പർ ഗ്രോത്തിനും അതിൻ്റെ ഫങ്ഷൻസിനും ആവശ്യമാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ അതുപോലെ തന്നെ ഒരു ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടിയും ഉണ്ട്. ഗട്ട് ക്യാൻസേഴ്സ് കുറയ്ക്കാനുള്ള കഴിവും വൈറ്റമിൻ എക്കുണ്ട്. ഇതെല്ലാം റിസർച്ച് സ്റ്റഡീസ് പറയുന്നതാണ്.
പിന്നെ വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ്. അത് ഉലുവയുടെ ഇലയിലുണ്ട്. ഉലുവ ഇലയ്ക്ക് അതുപോലെ കാൽഷ്യം, മഗ്നീഷ്യം, മാംഗനീസ് തുടങ്ങിയ മിനറൽസും ധാരാളമായിട്ട് ഉണ്ട്. നമ്മൾ ഉലുവ ഇല എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കത് കറീസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം, പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം, അതുപോലെ മറ്റു പല വിഭവങ്ങളിലും ചെറുതായിട്ട് നമുക്ക് ഈ ഇല യൂസ് ചെയ്യാവുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു ഇലയാണ്. പിന്നെ ടേസ്റ്റ് പ്രശ്നം അല്ലെങ്കിൽ നമുക്കൊരു വിധം എല്ലാ കറികളിലും കസൂരി മെത്തി അഥവാ ഉലുവ ഇല ഇടാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആർക്കൊക്കെ ഉലുവ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? എല്ലാവർക്കും ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഉലുവ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ചിലർക്ക് ചില അലർജി ഉണ്ടാവും. ഇപ്പൊ പീനട്ട് അലർജി ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉലുവ ചിലപ്പോൾ അലർജി ആയേക്കാം. അങ്ങനെ അലർജി ഉണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ഉലുവ സ്റ്റൊമക് അപ്സെറ്റ് ഉണ്ടാകും. ചിലർക്ക് അത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ പ്രോബ്ലംസ്, ഡയറിയ പോലെയൊക്കെ വരാം, വയറിളക്കം പോലെയൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും അത് പറ്റില്ല. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഉലുവ കൊണ്ട് പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ അതുപോലെ തന്നെ ഉലുവയിലയും ചിലർക്ക് പറ്റില്ല. അപ്പൊ അത് പിന്നെ പ്രത്യേക കാലാവസ്ഥയിൽ ഇത് എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചൂട് അനുഭവപ്പെടാം. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഉലുവ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തണുത്ത കാലാവസ്ഥയിൽ കഴിക്കണമായിരിക്കും നല്ലത്. പിന്നെ ഉലുവയ്ക്ക് ആന്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടി ഉണ്ട്. ഉലുവ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമുക്ക് ഹെയർ പാക്സിലൊക്കെ യൂസ് ചെയ്യാം. കഞ്ഞിവെള്ളവും ഉലുവയിലെ പാക്ക്, ഹെർബൽ പാക്സ്, പല പല പാക്സും ഉണ്ട്. മുടിയുടെ സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ ഗ്ലോയ്ക്കും ഒക്കെ വളരെ നല്ലൊരു ഹെയർ പാക്ക് ആണ്. കീപ് ഓൺ വാച്ചിങ് മെഡി പ്രിസിഷൻ.